Morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Morning. കേൾക്കാമോ? കേൾക്കാമോ? Kelka, miss. Prayer. Okay, ma'am. Dear God, please keep me happy today. Help me to be bright, cheerful day. Help me to do the things you want me to be to others kind and good. My parents, teachers, and friends to bless and keep us all in happiness and keep us all in happiness. Okay. Thought of today. Signing in. Good morning, Adira ma'am and my dear friends. Today I am signing into Adira ma'am's class. I am signing the class with an action song. Wait a second. Aeroplane, aeroplane up in the high. Where are you going? Flying in the high. Over the hills and over the sea. Aeroplane, aeroplane, please take me. Thank you. Okay. Ma'am, thought of the day. Good morning, Adira ma'am, and good morning, friends. Myself, Rinda. Today thought is education is not the learning of facts, but the training of the mind to think. Albert Einstein. Thank you, ma'am. Okay. Good morning to all. Second,
fine, ma'am. ഒന്നുമില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമില്ല. കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങക്ക്? പറ്റുന്നുണ്ട് മാം. പറ്റുന്നുണ്ട് മാം. കമ്പടിച്ച വിശേഷം ഞാൻ എങ്ങനെ അറിയുന്നത്? നല്ല വിശേഷം മാം. ആസ് യൂഷ്വൽ. മാമിന്റെ വിശേഷം എന്താ? എന്താ വിശേഷം? സുഖല്ലേ? സുഖം. നിങ്ങളുടെ എക്സാം ടൈം ടേബിൾ കണ്ടല്ലോ? കണ്ടു. കണ്ടു മാം. ഇല്ലേ? ഫൈനൽ എക്സാം കണ്ടില്ലേ ടൈം ടേബിള്? ഓക്കെ കണ്ടു മാം. കണ്ടു മാം. എന്താണ്? നവംബർ 13th നവംബർ. ഓക്കെ. ആരെങ്കിലും എടുത്തിരുന്നോ? മാം അശ്വതി മാം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. എണ്ണോ? 10 കഴിഞ്ഞു. 10 കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഒന്നും ഇല്ലല്ലോ എടുക്കാൻ. മാം തേർഡ് പാർട്ടിലെ ടെൻഡൻസി ഓഫ് മാൻ അല്ലേ ഇന്ന് എടുക്കാന്ന് പറഞ്ഞേ? എന്നോട് എടുക്കാനാണോ പറഞ്ഞേ? ഞാൻ എടുക്കാന്ന് പറഞ്ഞാ? മാം ഇത് എടുക്കാന്ന് ടെൻഡൻസീസ് ഓഫ് മാൻ എടുക്കാൻ വരാൻ പറഞ്ഞില്ലായിരുന്നു. ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ. യെസ്. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങളോട്? Yes, ma'am. വായിച്ചു നോക്കിയതാ? ടെക്സ്റ്റ് വായിച്ചിരുന്നോ? ഇല്ല മാം. പകുതി വായിച്ചു മാം. പകുതി വായിച്ചു. ഓക്കെ. എന്തായാലും പക്ഷെ ക്ലാസ് എടുക്കില്ല. ഒരു സെഷൻ ചെയ്യാം. ഇനി എന്തായാലും നമുക്കിനൊരു ക്ലാസ് ഇല്ല അല്ലെ? ഏകദേശം കഴിഞ്ഞിട്ട് ടെൻഡൻസീസ് ഓഫ് മാൻ മാത്രം എടുക്കാനുള്ളൂ. നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. അത് ചെയ്യണമായിരിക്കും നല്ലത്. ഓക്കെ. റെഡിയാണോ നിങ്ങൾ? ടെൻഡൻസീസ് ഓഫ് മാനിന്റെ ഏത് ഭാഗമാണ് വായിച്ചത്? തുടക്കമാണോ ഇടയിൽ നിന്നാണോ? ഓരോ ടെൻഡൻസീസും എക്സ്പ്ലെയിൻ ചെയ്ത് വായിച്ചു നോക്കിയോ? പകുതി വായിച്ചു മാം. വായിക്കാൻ പറ്റുന്നത്ര വായിച്ചു. വായിക്കാൻ പറ്റുന്നത് മനസ്സിലായോ? മനസ്സിലായി കുറച്ച്. ഏ? മലയാളത്തിൽ മനസ്സിലായത് പറയാം മാം. മലയാളത്തിൽ മനസ്സിലായെന്ന് പറഞ്ഞേ. ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവണതകളാണ്. അപ്പം മരിയ മോണ്ടിസോറി ലോകത്തിലെ ഒരു അത് ഓക്കെയാ. ഫ്രണ്ട് പോർഷൻസ് ഓക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഇൻട്രൊഡക്ഷൻ ഭാഗവും കുഴപ്പമില്ല. ബാക്കി അങ്ങോട്ടാണ് ബുദ്ധിമുട്ടുള്ളത്. അത് വായിക്കാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓരോ ടെൻഡൻസീസും എക്സ്പ്ലെയിൻ ചെയ്ത് വായിച്ചു നോക്കിയോ? നോ മാം. ഞാൻ ഓൾറെഡി നിങ്ങൾ സൂപ്പർവിഷൻ എടുത്തിട്ടില്ല എന്ന് ഓർത്ത സൂപ്പർവിഷന്റെ ടെക്സ്റ്റ് ആണ് കൊണ്ടുവന്നത്. ടെൻസിന്റെ കാര്യം വിട്ടുപോയി കേട്ടോ. പക്ഷെ ടീച്ചർ പറഞ്ഞില്ല കേട്ടോ എന്നോട് അത് സ്റ്റാർട്ട് ചെയ്ത കാര്യം. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. എന്തോ? ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ എടുത്തോ? ഓക്കെ. കുഴപ്പമില്ല. യെസ്. നമ്മൾ ഇന്നപ്പോ ഇൻസ്റ്റന്റ് സ്പീച്ച് ചെയ്യാണ്. ഇൻസ്റ്റന്റ് സ്പീച്ച് എന്താണെന്ന് അറിയാമോ? അപ്പൊ തന്നെ പറയുന്നല്ലോ. അതെ തന്നെ. അതായത് കുറച്ച് ടോപ്പിക്സ്, ഓരോ ടോപ്പിക്സ് 2 പേർക്ക് വെച്ച് തരാം. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അതിനെ കുറിച്ച് സംസാരിക്കണം. ഓക്കെ. മനസ്സിലായോ? യെസ്. ഫസ്റ്റ് ടോപ്പിക് ഞാൻ പേര് വിളിച്ചോളാം കേട്ടോ. അല്ലെങ്കിൽ വലിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ബെനിഫിറ്റ്സ് ഓഫ് യോഗ. ഫസ്റ്റ് ടോപ്പിക് ആണ്. നോട്ട് ചെയ്ത് പോകാത്ത ടോപ്പിക്സുകളാണ്. ബെനിഫിറ്റ്സ് ഓഫ് യോഗ. മാം ഒന്നുകൂടി പറയാം. ബെനിഫിറ്റ്സ് ഓഫ് യോഗ. യോഗയുടെ ഗുണങ്ങൾ എന്തെല്ലാം? ഞാൻ പേര് വിളിക്കട്ടെ. റിൻറ്റ വർക്കീസ്. യെസ് മാം. എന്താ പറയുക? ഇപ്പൊ തന്നെ പറയണ? ഇപ്പൊ തന്നെ പറയണം.
എളുപ്പമല്ലേ? എളുപ്പമുള്ള ടോപ്പിക് അല്ലേ തന്നെ? യോഗ എന്ന് പറയുന്നത് ഒരു എക്സസൈസ് നമ്മുടെ ക്ലിയർ അല്ല എന്താ ക്ലിയർ അല്ല കേട്ടോ പറയുന്നത്. യോഗ എന്ന് പറയുന്നത് ഒരു വൺ ടൈപ്പ് എക്സസൈസ് ആണ്. ആ അത് നമ്മുടെ ബോഡി മസിൽസ്, ബോഡി ബ്ലഡ് സർക്കുലേഷൻ, മൈൻഡ് അതൊക്കെ വളരെ ക്ലിയർ ആക്കും, പെർഫെക്ഷൻ കിട്ടും. പിന്നെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും, ഫാറ്റ് ഒക്കെ കുറഞ്ഞ് ബോഡി പെർഫെക്റ്റ് ആവാനായിട്ട് സാധിക്കും. പിന്നെ പല ടൈപ്സ് യോഗകളുണ്ട്. അത് ഓരോ ടൈപ്പും നമ്മുടെ ഓരോ ബോഡി പാർട്സിന് സ്യൂട്ടബിൾ ആണ്. പ്രത്യേകിച്ച് ബ്രീത്തിങ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് യോഗകളുണ്ട്. നമ്മൾ ഡെയിലി അത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും ബെറ്റർ ആണ്. അറിയുള്ളൂ മാം. എത്ര അറിയുള്ളൂ? ഓക്കെ. ജർഷ, യെസ് മാം. പറയൂ ബെനിഫിറ്റ്സ് ഓഫ് യോഗ. മാം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതിയോ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതിയോ എന്ന്? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. Okay, ma'am. There are 3 types of benefits of yoga. First one, physical benefits. Improves flexibility and balance, strengthens muscles and bones, enhances posture and body alignment, boosts immunity and overall health, aids in better digestion and circulation. Second, mental benefits. Reduces stress and anxiety, improves focus, concentration and memory, promotes relaxation and inner peace, helps manage depression and mood swings. Third, emotional and spiritual benefits. Increases self-awareness and mindfulness, encourages positive thinking and emotional stability, develops mind-body connection, promotes growth and harmony. In short, yoga benefits the body, mind, and soul, making life healthier and more balanced. Okay, very good, Jalisha. Next topic, importance of education. Importance of education. Rashida. Arya Vikas. Arya. Yes, ma'am. പറയൂ ആര്യയുടെ. എഡ്യൂക്കേഷനെ പറ്റിട്ടല്ലേ? വിദ്യാഭ്യാസം. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. കുഴപ്പമില്ലല്ലോ. എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്നത് നമ്മുടെ ഓരോ കുട്ടികളെ പഠിപ്പിക്കുക. വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. അതുപോലെ വിദ്യാഭ്യാസം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും, അതുപോലെ ടീച്ചേഴ്സ് നമ്മളെ അറിവുകൾ ടീച്ചർമാരുടെ അറിവുകൾ നമുക്ക് തരുകയും, നമ്മളെക്കാളുണ്ടാവും ടീച്ചർമാർ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, നമുക്ക് ആൻസർ പറയാൻ രീതിയിലുള്ള വിദ്യാഭ്യാസം, ഉന്നത തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങളാണ് കൂടുതലായിട്ടും ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്നത്. പല മേഖലകളിൽ നിന്നുള്ള ആരോഗ്യപരമായുള്ള മേഖലകളിൽ നിന്നുള്ള വിദ്യാഭ്യാസം, അതേപോലെ ടീച്ചേഴ്സ് കോഴ്സ്, അതേ പല ടൈപ്പ്. നമുക്കിപ്പം ഈ മോണ്ടിസോറി ലെവലുള്ള കോഴ്സ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനും, നമുക്ക് നമ്മുടെ എല്ലാ അറിവ് കുട്ടികൾക്ക് നൽകുവാനും ഉള്ള രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളാണ് നമ്മൾ മെച്ചപ്പെടുത്തുന്നത്. ടീച്ചർമാരിൽ നിന്നുണ്ടാകുന്ന അറിവുകൾ കുട്ടികൾക്ക് നൽകുമ്പോൾ അവർ കൂടുതലായിട്ടും പഠിക്കുവാനും അത് മെമ്മറിയിൽ ഓർത്തു വെക്കുവാനും, ഇപ്പൊ നമ്മളൊരു കാര്യം കുട്ടികൾക്ക് അറിയാത്ത കാര്യം നമ്മളത് കുട്ടികൾ ചോദിക്കുകയാണെങ്കിൽ, ടീച്ചറെ ഇതിനെ പറ്റി എനിക്കല്ലേ, എന്താണ് ASMR, അല്ലെങ്കിൽ പല ഇതിലൊക്കെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഉത്തരം നൽകാൻ നമ്മൾ ബാധ്യസ്ഥനാവണം. അപ്പൊ അതിലൂടെയാണ് നമ്മളൊരു ടീച്ചർ എന്ന നിലയിൽ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ കുട്ടികളിൽ നിന്ന് അറിവുകൾ, അതുപോലെ കൂടുതലായി വായന, എഴുത്ത്, പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നാളെ അത് കുട്ടികൾ മറക്കണം എന്നില്ല. അത് നമ്മൾ ഇപ്പൊ ചോദിച്ചാലും കുട്ടികൾ അത്
പറയുവാൻ അവർക്ക് അറിഞ്ഞിരിക്കണം. അതിലൂടെയാണ് വിദ്യാഭ്യാസം കൂടുതലായിട്ടും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ ഒത്തിരി നമ്മൾ അറിവ്, വായന, പുസ്തകങ്ങൾ, പലതരത്തിലുള്ള പുസ്തകങ്ങളുള്ള വായന, പിന്നെ കൂടുതലായിട്ടും നമ്മൾ നാളേക്ക് കുട്ടികൾക്ക് വളർത്തേണ്ട, പുതുതലമുറയ്ക്ക് വളർത്തേണ്ട പല കാര്യങ്ങളും കുട്ടികൾ പഠനം മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്, പല രീതിയിലുള്ള വായന, അതുപോലെ പുസ്തക വായന, പിന്നെ റേഡിയോയിൽ നിന്നും അതുപോലെ പല ഇതിൽ നിന്നും ഉണ്ടാവുന്ന പല നല്ല നല്ല കാര്യങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കണം. അതിലൂടെയും വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാം. ഓക്കെ മാം. Okay, thank you. വെൽക്കം. Aishwarya KM. Yes, ma'am. Aishwarya പറയൂ importance of education. വിദ്യാഭ്യാസം എന്നത് ഓരോ മനുഷ്യനും ആവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. ഏറ്റവും പ്രധാനം നമ്മുടെ വായു, അതുപോലെ ഭക്ഷണം, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം, അതേപോലെ തന്നെയാണ് നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയും പറയുന്നത്. കാരണം ഇന്നൊരു മനുഷ്യന് ഇപ്പൊ ഇന്നത്തെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ജീവിത ശൈലികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയും അനിവാര്യമായിട്ടുള്ള തന്നെയാണ്. ഒരു മിനിറ്റ്. കേൾക്കുന്നില്ല Aishwarya? കേൾക്കുന്നുണ്ട്, കറണ്ട് പോയത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് എത്ര അറിവ് നേടുന്നതോ അത്രയും നല്ലതാണ്. നമുക്ക് ഇപ്പൊ ഏറ്റവും അറിവുള്ള ഒരു മനുഷ്യനാണെങ്കിൽ കൂടി ആ അറിവെന്ന് പറയുന്നത് കടല് പോലെയാണ്. ആ കടലിന്റെ ഉള്ളിൽ ഒരു ബക്കറ്റ് വെള്ളം മാത്രമായിരിക്കും നമുക്ക് കിട്ടണം. നമ്മളെ ജീവിതത്തിൽ എത്ര അറിവ് നേടിയിട്ടുണ്ടെങ്കിലും അത്രേ കിട്ടുള്ളൂ. നമ്മൾ എത്ര നേടിയെന്ന് പറഞ്ഞാലും അത്രേ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് നേടാനാണെങ്കിൽ ഒരുപാട് അറിവുകൾ ലോകത്ത് ബാക്കി കിടക്കുകയാണ്. നമ്മുടെ ജീവിതം അതിന് പോരായ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. പ്രാഥമികമായിട്ട് നമ്മള് ഇപ്പോ പ്രീ പ്രൈമറി, ഏറ്റവും ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെ എത്ര വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും അവന് മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ. നല്ല വിദ്യാഭ്യാസം ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പോ LKG പ്രീ പ്രൈമറി സെക്ഷനിലാണ് ഒരു മനുഷ്യന് ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഇത് കിട്ടേണ്ടത്. അപ്പോഴേ അവര് മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ വിദ്യാഭ്യാസം. പിന്നെ വിദ്യാഭ്യാസം എന്നത് ഒരിക്കലും എഴുത്തും വായനയും മാത്രം കിട്ടിയത് കൊണ്ടായില്ല. മനുഷ്യത്വം എന്നൊരു സംഭവം കൂടെ ഉണ്ട്. മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ മനുഷ്യത്വം എങ്ങനെ നമ്മൾ കാണിക്കുന്നു, അതിലൊക്കെ ഈ വിദ്യാഭ്യാസം ഉണ്ട്. അനുകമ്പ, ദയ, ഇതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രേ ഉള്ളൂ. Okay, very good. Thank you, Aishwarya. Next topic. Hard work is the key to success. Hard work is the key to success. ആരാണ് പറയുന്നത്? Hard work is the key to success. സുരമ്യ. മാം ഒന്നുകൂടി സബ്ജക്റ്റ് പറയാം, ടോപ്പിക്. Hard work is the key to success. കഠിനാധ്വാനമാണ് വിജയത്തിന്റെ താക്കോൽ. Hard work is the key to success. സുരമ്യ. എടുത്തു വെച്ചു. ഓക്കെ മാം. ഓക്കെ മാം, ഞാനിവിടെ വേറൊരു കാര്യം പറഞ്ഞ, സോറി. ഓക്കെ, പറയാൻ പറ്റില്ലേ? പറയാം മാം. ഒരു മനുഷ്യൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം അവൻ സക്സസിലേക്ക് എത്തുന്നു. കാരണം അവൻ പഠിത്തത്തിലായിക്കോട്ടെ, ഒരു കുട്ടി പഠിക്കുന്നത് എത്രത്തോളം പഠിക്കുന്നു അവൻ അത്രത്തോളം തന്നെ സക്സസിലേക്ക് എത്താനായിട്ട്, ഉയർച്ചയിൽ എത്താൻ പറ്റും. അവന് ആ ഉയർച്ചയിൽ അവന്റെ എക്സാമിന്റെ റിസൾട്ടിലാണ് അവൻ അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ എത്രത്തോളം ഒരു ഹാർഡ് വർക്കിലൂടെ നമ്മൾ ജോബ് ചെയ്യുന്നു അത്രത്തോളം തന്നെ നമ്മൾ ഉയർച്ചയിലേക്കും അതുപോലെ സാമ്പത്തികമായിട്ടും അതുപോലെ ഹാപ്പിനെസ് ആയിട്ടും നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നു. പിന്നെ പറയാമോ? പിന്നെ ഏതൊരു ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയെ നമ്മൾ അതിനെ വളരെയധികം ഇഷ്ടത്തോടു കൂടിയും സ്നേഹത്തോടും കൂടിയും മാത്രം ചെയ്താൽ മാത്രമേ നമുക്ക് അതിനൊരു സക്സസ് കിട്ടത്തുള്ളൂ. അതിപ്പം ഈവൻ പഠിക്കുന്ന കാര്യമായാലും ഒരു ജോബ് ആയാലും നമ്മൾ അതിനെ എത്രത്തോളം സ്നേഹിച്ച് ചെയ്യുന്നു
ആ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് സക്സസ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇത്രയുള്ളോ? ഇത്രയും കിട്ടുന്നുള്ളൂ മാം. രമ്യ, താങ്ക് യു. റീജ? Yes, ma'am. യെസ്, ഹാർഡ് വർക്ക് ഈസ് ദി കീ ടു സക്സസ്. എന്താണ് അഭിപ്രായം? മാം ഇത് പറഞ്ഞപ്പോ തന്നെ എനിക്കൊരു പ്രൊവർബാണ് ഓടി വന്നേ. എല്ലുമുറിയെ പണിയെടുത്താല് പല്ലുമുറിയെ കഴിക്കാന്ന് നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു കാര്യം. കാരണം നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നു അതിന്റെ റിസൾട്ട് നമുക്ക് ഏതൊരവസ്ഥയിലും നമുക്ക് കിട്ടും. അതിപ്പോ പഠിത്തത്തിലായാലും നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് ഒരു ചെടി നടുകയാണെങ്കിൽ തന്നെ ആ ചെടി നട്ടിട്ട് നമ്മൾ അതിനെ എത്രത്തോളം പരിപാലിക്കുന്നു, എത്രത്തോളം നമ്മൾ അതിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, അതിന്റെ റിസൾട്ട് ചിലപ്പം ഫ്രൂട്ടായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ ആ കടന്നു പോകുന്ന സ്റ്റേജസ് കുറെ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. എല്ലാ സ്റ്റേജിലും എല്ലാവരും നല്ല സേഫ് ആയിട്ട് അങ്ങ് എത്തിയെന്ന് വരില്ല. കുറെ റിസ്ക് എടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതിന്റെ ഒരു ആൻസർ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടേണ്ട ഒരു പീക്ക് പോയിന്റ് ആകുമ്പോൾ നമ്മളെ റിസൾട്ട് നമുക്ക് കിട്ടിയാൽ തന്നെ അത് നമുക്ക് എത്രത്തോളം എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അതായിരിക്കും ഏറ്റവും ആത്മാർത്ഥമായിട്ട് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതിപ്പം എളുപ്പ വഴിയിൽ എല്ലാവരും ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ അത് നമുക്ക് അത്രത്തോളം ആസ്വദിച്ച് നമുക്ക് അതിന്റെ ഒരു ഫലം കിട്ടിയാൽ തന്നെ നമുക്ക് അത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് ഇപ്പൊ എക്സാം ആയി തന്നെ നമ്മൾ പഠിച്ചിട്ടാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. ഒരു 100 മാർക്കിൽ ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മളത് പഠിച്ചിട്ട് നമ്മളൊരു 50 മാർക്ക് വാങ്ങിയാ ഞാൻ പഠിച്ചതിനുള്ള ഒരു ആൻസറാന്ന് നമുക്കത് കിട്ടും. ഒന്നുമില്ല, അപ്പുറത്താള് പേപ്പർ കോപ്പി അടിച്ചിട്ട് ഒരു 90 മാർക്ക് വാങ്ങിയാലും നമുക്കതിൽ എത്രത്തോളം ഒരു സംതൃപ്തി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് എല്ലാ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം അത് നമ്മൾ ചെറുപ്പം മുതലേ തുടങ്ങിയെടുക്കണം. നമ്മൾ എന്ത് കാര്യത്തിനും ഈസി ആയിട്ട് നമുക്ക് ഒരു സാധനം കിട്ടണം എന്ന് വിചാരിക്കുമ്പോൾ അത് എത്രത്തോളം വലിച്ചു നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും കൂടെ അതിന്റെ മധുരം നമ്മൾ ആസ്വദിക്കും. നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലും കുറച്ച് ആത്മാർത്ഥമായി പ്രയത്നിക്കണം. അതുകൊണ്ടായിരിക്കും പണ്ടത്തെ ആൾക്കാർ അത്രയും കഷ്ടപ്പെട്ട് വിത്ത് വിതച്ച് അതിന് കാലാവസ്ഥയെല്ലാം നോക്കി അതിന് വളം ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് ഏറ്റവും അവസാനം അതിന് കിട്ടുന്ന ഒരു ചാക്ക് അരിയും കൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ അതിന്റെ സുഖം വേറെ തന്നെയാണ്. അതേസമയം നമുക്കിപ്പോൾ അതിന്റെ അത്ര വലിയ ഇതൊന്നും ഇല്ല. നമ്മൾ കടയിൽ പോകുന്നു, കുറച്ച് അരി വാങ്ങുന്നു, കഴിക്കുന്നു. എന്നാൽ കൂടെ ആ അരി വാങ്ങാൻ കൊടുക്കുന്ന പൈസ നമ്മൾ ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട്, അതായത് ആ കൊടുക്കുന്ന സംഭവത്തിൽ നമ്മൾ അത്രത്തോളം ആത്മാർത്ഥം കാണിക്കും, അതിന് നമ്മൾ മൂല്യം കൽപ്പിക്കും. അപ്പൊ നമ്മൾ പണിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രൂട്ട് അത്രയും സ്വീറ്റുള്ളതായിരിക്കും. കഴിഞ്ഞോ? നെക്സ്റ്റ് ടോപ്പിക്, ബെനിഫിറ്റ്സ് ഓഫ് ഗെറ്റിംഗ് അപ്പ് ഏർലി. ബെനിഫിറ്റ്സ് ഓഫ് ഗെറ്റിംഗ് അപ്പ് ഏർലി. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിന്റെ ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? Benefit of getting up early. Amrita, Prachi. Amrita. Yes, ma'am. പറയൂ. ഓക്കെ മാം. നമ്മുടെ ഒരു ദിവസം നേരത്തെ എണീക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ കുറെയാണ്. കാരണം നമ്മളൊരു അരമണിക്കൂർ വൈകിയാൽ തന്നെ നമുക്കറിയാം ആ ദിവസത്തിൽ എത്രയോ മണിക്കൂർ നമുക്ക് പോയ പോലെയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. മാത്രമല്ല രാവിലെ നേരത്തെ എണീക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫിസിക്കലായിട്ട് കുറെ ബെനിഫിറ്റ് കിട്ടും. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് നല്ലൊരു എനർജി കിട്ടും. അല്ലെങ്കിൽ ഇച്ചിരി നമുക്ക് വൈകി എണീക്കുന്ന ദിവസം നമുക്ക് ഫുൾ ഡേ ത്രൂ ഔട്ട് ദ ഡേ നമുക്കൊരു ലേസിനെസ് ആയിരിക്കും. നേരെ മറിച്ച് നേരത്തെ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് തോന്നും. അല്ലെങ്കിൽ നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല നമ്മുടെ ഡൈജഷനും നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മുടെ ഇന്നർ ഓർഗൻസിനും വരെ നമുക്കത് എഫക്റ്റീവ് ആണെന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ ഡൈജഷൻ ആയിക്കോട്ടെ അല്ലെ മെറ്റബോളിസം ആയിക്കോട്ടെ എല്ലാത്തിനായിട്ടും നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ് നേരത്തെ എണീക്കുന്നുള്ള കാര്യം. നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ നേരത്തെ എണീക്കുമ്പോൾ നമുക്കൊരു 10 to 30 മിനിറ്റ്സ് നമുക്ക് നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എക്സസൈസോ യോഗയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. കാരണം വളരെ കാമായിട്ടുള്ള ആ ഒരു സമയം നമുക്ക് കിട്ടാനുള്ളൂ. ബാക്കി എല്ലാ സമയവും നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിലും ബിസി ആയിരിക്കും. പിന്നെ അത് ത്രൂ നമുക്ക് ആ ഫിസിക്കൽ ഫിറ്റ്നസ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് മെന്റലി നമുക്ക് ഫിറ്റ് ആവാൻ പറ്റും. നമ്മുടെ കോൺസെൻട്രേഷൻ ആയിക്കോട്ടെ പണ്ടേ നമ്മുടെ എന്താ മാം സൗണ്ട് വരുന്ന അവിടെ ഓക്കെ. നമുക്ക് ഏകദേശം ഒരു നമ്മൾ രാവിലെ എത്ര സമയത്ത് ഏതൊരു സമയത്ത് ഉണരാനായിരിക്കും ഏറ്റവും ഒരു ബെറ്റർ ടൈം എന്ന് പറയുന്നത്? 5 to after 5 അല്ലേ മാം? അപ്പോ
നമ്മുടെ കോൺസെൻട്രേഷനും ഫോക്കസ് എല്ലാം നമ്മൾ പണ്ടേ നമ്മുടെ അമ്മമാര് പറയുന്നില്ലേ, രാവിലെ എണീച്ചൊന്ന് റിവിഷൻ ചെയ്താൽ നമുക്കത് ഓർമ്മയുണ്ടാവും, പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത ഓർമ്മയും. അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ പവറാണ് അതിന്റെ ബേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടാനും ഈ നേരത്തെ എണീക്കുന്നത് സഹായിക്കും. പിന്നെ നമ്മുടെ മനസ്സൊക്കെ നമുക്ക് ഇങ്ങനെ കാമായിട്ട് വെക്കാൻ പറ്റും. നമുക്ക് ആ സമയത്ത് കൂടുതൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റും. പിന്നെ നമുക്കറിയാം ഈ ഒരു കാലത്ത് ആഫ്റ്റർ 30 എല്ലാവർക്കും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ നന്നായിട്ടുള്ള സമയമാണ്. എല്ലാവർക്കും BP, ഷുഗർ ഒക്കെ പോലത്തെ കാര്യങ്ങളാണ്. അപ്പൊ നേരത്തെ എണീച്ച് നമുക്ക് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാം. എഴുതുന്ന ആൾക്കാർക്ക് എഴുതാം, പഠിക്കുന്ന ആൾക്കാർക്ക് പഠിക്കാം. അങ്ങനെ നമുക്ക് ആ രാവിലത്തെ സമയം ഭയങ്കര ബെനിഫിഷ്യൽ ആണ് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് രാവിലെ എണീക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു അപ്പ. നെക്സ്റ്റ് ആരാണ് പറയുന്നത്? സെയിം ടോപ്പിക് ആരെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്ത് പറയുന്നുണ്ടോ? ഞാൻ പറയാം. പറഞ്ഞു. പേര് പറഞ്ഞോ, മറന്നുപോയി. ഹലോ, പേര് പറഞ്ഞേ മറന്നുപോയി. ഫെബിന. പറഞ്ഞോ. അതിരാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പൊതുവെ മടിയുള്ളൊരു കാര്യമാണ്. രാവിലെ എണീറ്റാൽ കുറെ ബെനിഫിറ്റ്സ് ആണ് നമ്മളെ ലൈഫിൽ കൊണ്ടുവരാം. നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഒരു മനസ്സിനൊരു മാനസികാരോഗ്യം എന്നൊക്കെ പറയാം, അത് മെച്ചപ്പെടുത്താൻ നല്ല ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ പെട്ടെന്ന് ധൃതിയൊന്നും കൂട്ടാതെ, മനസ്സിന് സ്ട്രെസ് ഒന്നും കൊടുക്കാതെ, ലൈറ്റ് ആയിട്ട് കോം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമ്മളെ വർക്കും കാര്യങ്ങളും എല്ലാം തീർക്കാം. പിന്നെ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് സമയം കണ്ടെത്താം. നമുക്ക് രാവിലെ തന്നെ എണീറ്റിരുന്ന് പഠിക്കാം. അങ്ങനത്തെ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല വിജയങ്ങളും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. പിന്നെ വീട്ടിലത്തെ ഓരോ പണികളായിട്ട് നമ്മൾ പതിയെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യം നിലനിർത്താൻ കഴിയും. ധൃതി കൂട്ടാതെ, സ്ട്രെസ്സും കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് രാവിലെ എഴുന്നേറ്റും കൊണ്ടിരിക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിള്ളേരൊക്കെ സ്കൂൾക്ക് പറഞ്ഞേക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അന്നത്തെ ദിവസം തന്നെ നമുക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും ലൈറ്റ് ആയിട്ട് എണീറ്റ് കഴിഞ്ഞാല്. ഭക്ഷണം പാകം ചെയ്യാനാണെങ്കിലും, നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും, പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിലും ഒക്കെ ലൈറ്റ് ആയിട്ട് എണീക്കുന്നതുകൊണ്ട് ഭയങ്കര ആരോഗ്യത്തിനുമല്ല, നമുക്ക് പിള്ളേരുടെ ആ ദേഷ്യം മുഴുവൻ അന്ന് നമ്മൾ തീർത്തെടുക്കും. പിന്നെ രാവിലെ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിനൊക്കെ നല്ല ഉത്തേജിപ്പിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ല കൂടുതൽ ഊർജം കാര്യങ്ങളും ലഭിക്കും. പിന്നെ രാവിലെ എണീക്കുകയാണെങ്കിൽ നമുക്ക് വ്യായാമത്തിനൊക്കെ സമയം കണ്ടെത്താം. പിന്നെ മെയിനായിട്ട് നമ്മൾ സമ്മർദ്ദം കുറക്കാം, നമ്മളെ മനസ്സിന്റെ സ്ട്രെസ്സും കാര്യങ്ങളും. പിന്നെ മാനസികാരോഗ്യത്തിലോ കാര്യങ്ങൾക്കോ ഒക്കെ സ്ട്രെസ്സും കാര്യങ്ങളും കമ്മിയാക്കാം, മാനസികാരോഗ്യം നിലനിർത്താം രാവിലെ എണീക്കുന്നതുകൊണ്ട്. Okay, thank you. Next topic, the power of positive thinking. The power of positive thinking. Salma Namshad. സൽമ പറയൂ. നമ്മൾ ഏതൊരു കാര്യവും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നെഗറ്റീവ് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. ഏതൊരു കാര്യം, ഒരു അപകടം വന്നാലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് മാത്രം കാണുക. എല്ലാ കാര്യങ്ങളിലും, പഠന കാര്യങ്ങളായാലും, മക്കളുടെ കാര്യമായാലും, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായാലും, എല്ലാ കാര്യങ്ങളിലും നമ്മൾ പോസിറ്റീവ് മൈൻഡോട് കൂടി അതിനെല്ലാം നേരിടുക. ജീവിതത്തിൽ ഒരിക്കലും നെഗറ്റീവിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. ബി പോസിറ്റീവ്. എനിക്കിത് സാധിക്കും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതിന് കഴിയും എന്ന പോസിറ്റീവ് മൈൻഡോട് കൂടി ഏത് കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചാലും വിജയം നമുക്ക് ഉറപ്പായിരിക്കും. നേരെ മറിച്ച് എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല, അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മളെ കൊണ്ട് ഒരിക്കലും ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മൾ ഉൾക്കൊള്ളുക. ഇപ്പം ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ നെഗറ്റീവ് പറയുന്നവരാണെങ്കിൽ അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. പോസിറ്റീവ് നമുക്ക് ആര് തരുന്നു അവരുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിച്ചാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് കിട്ടും. നമ്മുടെ ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കൂടെ കിട്ടും. നേരെ മറിച്ച് ഒരു നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണെങ്കിലും
അവരോട് കൂടി നമ്മൾ ചങ്ങാത്തം കൂടുമ്പോൾ അല്ലെങ്കിൽ അവരോട് കൂടി സംസാരിക്കുമ്പോൾ നമ്മളും ഓൾറെഡി ഡൗൺ ആയി പോവുക ചെയ്യുക. അപ്പം എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. കഴിഞ്ഞോ? ഇതിനുള്ള സൽമ. കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. ഗ്രീഷ്മ. ഗ്രീഷ്മ ഉണ്ടോ? യെസ് മാം. പറയൂ. ഇപ്പം സൽമ പറഞ്ഞ പോലെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമുക്കത് സാധിക്കണമെന്നില്ല, പക്ഷെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പോസിറ്റീവായിട്ട് അത് കാര്യങ്ങൾ ചിന്തിച്ച് അത് മുമ്പോട്ട് പോകാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രമിക്കുക. അത് നമ്മളുടെ മാനസികമായിട്ടാണെങ്കിലും നമുക്ക് ഇമോഷണലി ആണെങ്കിലും അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ നെഗറ്റീവായിട്ടുള്ള ലൈഫ് ചാലഞ്ചിങ് ഒക്കെ വരുമ്പം നമ്മൾ അതൊരു ടൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതൊരു പവർഫുൾ ടൂളായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെന്റലി നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് വഴി നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കാനും നമുക്കുണ്ടാവുന്ന ഡിപ്രഷനും സ്ട്രെസ് എല്ലാം കുറയ്ക്കാനും പിന്നെ നമുക്ക് കുറച്ച് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി ചെയ്യാനായിട്ടും എല്ലാം നമുക്കത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ, പവർഫുൾ ആയിട്ടുള്ള ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഓരോ എന്താണ് പറയേണ്ടത്, നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം നമ്മളത് മാറ്റി നമ്മൾ കൂടുതൽ എന്താണ് ഒരു ഹയർ കോൺഫിഡൻസിലേക്ക് നമ്മൾ മാറും. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് വഴി നമ്മൾ ചിലപ്പം നമ്മൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന ടൈം ആയിരിക്കും, നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ ഉള്ള സമയമായിരിക്കും. പക്ഷേ നമ്മൾ പോസിറ്റീവായിട്ട് ഇപ്പം നമ്മൾക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി വേറെയാണ്. നമ്മൾ ചിലപ്പോൾ ഡള്ളായിട്ടിരിക്കുന്ന സാഡായിട്ടിരിക്കുന്ന സമയത്തും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് മാറും എന്നാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്കിപ്പോൾ ഒരു മോശം സിറ്റുവേഷൻസ് വരുമ്പം ഞാൻ കൂടുതലും പാട്ടുകൾ കേട്ടും അല്ലെങ്കിൽ എൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് അവരുമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് അത് ചിലപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് പലവർക്കും പറ്റില്ലായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കൂടുതൽ മൈൻഡ് ഒന്ന് സെറ്റ് ആക്കി എടുക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റും. അപ്പം നമ്മൾ അത് ചിലപ്പം ഞാനപ്പം ചിന്തിക്കുന്നത് നമുക്ക് ചിലപ്പം ഇതിലും വലുതെന്തോ വരാനിരുന്നതായിരിക്കും, ചിലപ്പോൾ ഇതിലും മോശമായിട്ടുള്ള സിറ്റുവേഷൻ വരാനുള്ളതായിരിക്കും. പക്ഷെ ഞാനെപ്പോഴും വിചാരിക്കും ചിലപ്പം അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പിന്നെ നമ്മുടെ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കലായിട്ടാണെങ്കിലും നമ്മൾക്ക് ഹെൽത്തി ആയിട്ടാണെങ്കിലും നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുമ്പം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയൊക്കെ അത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ സ്ട്രെസ്സുമായിട്ട് ലിങ്ക്ഡ് ആണ്. കാരണം ഇത് നമ്മുടെ നമ്മുടെ ഇമ്മ്യൂൺ ഫങ്ഷനെല്ലാം കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡി കൂടുതൽ റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റിസ്ക് കുറയ്ക്കാനായിട്ട്, അതായത് നമ്മുടെ ഡിസീസ് ഇപ്പോൾ നമുക്ക് ഓരോ രോഗങ്ങൾ വരുന്നത് നമ്മൾ കുറച്ച് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അയ്യോ എനിക്ക് അങ്ങനെ വന്നു, എനിക്ക് ഇങ്ങനെ വന്നു, എനിക്ക് എപ്പോഴും ഇങ്ങനെയാണല്ലോ സംഭവിക്കുന്നതൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ജഡ്ജ് ചെയ്യും. എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ്, എല്ലാം എനിക്ക് നെഗറ്റീവാണ്. അങ്ങനെ ചിന്തിച്ചാൽ നമ്മളെപ്പോഴും അങ്ങനെ നെഗറ്റീവായിട്ട് തന്നെ നമ്മുടെ ബോഡി ആണെങ്കിലും നമ്മളുടെ ആ ഒരു ഇതിലേക്ക് മാറും. അപ്പം നമുക്ക് കൂടുതൽ രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മളിങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് വഴിയിട്ട് നമ്മളുടെ ഇപ്പം ചിലവർക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക്, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയൊക്കെ ഉള്ള ഓരോ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നിർത്താനായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് വഴിയിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇത് നമുക്ക് നല്ലൊരു ഉറക്കം പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് എനർജി കൂട്ടാനായിട്ടൊക്കെ സാധിക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു കൃഷ്ണ. ജ്യോതി ലക്ഷ്മി. ജ്യോതി.
ചോദ്യത്തിന്റെ ടോപ്പിക് അബൌട്ട് പേഷ്യൻസ്. പേഷ്യൻസ്, ക്ഷമ. ക്ഷമ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് ക്ഷമ. സാധാരണയായി കണ്ടുവരുന്ന ഒരു ഒട്ടുമിക്ക ആൾക്കാരും ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അതിന്റെ പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്താണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇത് ഹൈപ്പർ ടെൻഷൻ മൂലം ചിലർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്തിനും ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത് മൂലം പല പ്രശ്നങ്ങളും ചിലപ്പോൾ രൂപം കൊള്ളാൻ സാധ്യതയുണ്ട്. അതായത് ഒരു അടിയിലേക്കോ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ചില ദേഹ ഉപദ്രവങ്ങൾ ചെയ്യുന്നതിനും ഒക്കെ ഈ ഒരു ദേഷ്യം മൂലം സംഭവിക്കാറുണ്ട്. സാധാരണ ഈ കുട്ടികളിലൊക്കെയാണ് കൂടുതലായിട്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ മതി എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അവർക്ക്. ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഒന്നും എന്താ ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. വേഗം വേഗമാണ് അവർക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് അവരുടെ മൈൻഡിനെ വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ വലിയവരുടെ ആയാലും നമുക്ക് ടെൻഷൻ മൂലം ദേഷ്യം മൂലം പല പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ആരോഗ്യപരമായിട്ടായാലും ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ശരീരം ഇങ്ങനെ തളർന്നു പോകുന്നത് പോലെ ദേഷ്യപ്പെടുമ്പോഴായാലും, നമുക്ക് ഇപ്പൊ മോളോടൊക്കെ ആയാലും നമുക്കിപ്പോൾ എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ശരീരം ഫുൾ ഇങ്ങനെ ചൂടാവുന്ന പോലെ തോന്നും. അപ്പൊ അത് നമ്മൾ ദേഷ്യമായാലും ഇത് നിയന്ത്രിക്കാൻ നമുക്ക് നമ്മുടെ ശരീരത്തിന് നമ്മുടെ മൈൻഡിനെ ഏറ്റവും നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദേഷ്യം എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് നല്ല ഒരു ഇതായിരിക്കും എന്നാണ് എൻ്റെ ഒരു. താങ്ക് യു ജ്യോതി. വേറെ ആരെങ്കിലും ഉണ്ടോ പേഷ്യൻസിനെ പറ്റി പറയാൻ? താല്പര്യമുണ്ടോ? ഞാൻ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ക്ഷമയുണ്ടാവും. പക്ഷെ അത് എത്രത്തോളം ഏതൊക്കെ സന്ദർഭത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് തിരിച്ചറിവാണ് നമുക്കില്ലാത്തത്. ഞാൻ ഈ അടുത്തൊരു ചെറിയൊരു കഥ കേട്ടു. ഒരമ്മയും മോനും ഒരച്ഛനും. അവരച്ഛൻ എന്ന് വെച്ചാൽ ഒരു മരം വെട്ടുകാരനെ, കുറച്ച് ദൂരെ ഒരു പുഴയുടെ താഴ്വരയിൽ മരം വെട്ടി ജീവിക്കുന്ന ഒരാള്. അപ്പം ഈ അമ്മ വീട്ടില് അത്രയും കഷ്ടപ്പെട്ട് കുറെ പൈസ കൂട്ടി വെച്ചിട്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു പൂക്കൊട്ട വാങ്ങി, ഗ്ലാസിന്റെ. അതിൽ നിറച്ച് വെള്ളം നിറച്ച് വെച്ച് അതിൽ കുറെ പൂവുകളൊക്കെ സേവ് ചെയ്ത് വെച്ചു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ദിവസം പൂക്കൾ മാറ്റി കൊടുക്കുന്നു. അപ്പം ഒരു ദിവസം ഈ കുട്ടി, ആ അമ്മയുടെ മോന് ഓടി വന്ന് എന്തോ എടുത്തു കൊടുക്കുന്നത്, ആ പൂവിന്റെ കൊട്ട അങ്ങനെ നിലത്ത് വീണ് പൊട്ടി. ആ പൊട്ടിയ സമയത്ത് അമ്മയ്ക്ക് ദേഷ്യം വന്ന് അമ്മ ആ കുട്ടീനോട് കിട്ടിയതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട്, അപ്പം ആ കുട്ടി പറയുന്നുണ്ട്, മമ്മി പ്ലീസ് ഹഗ് മീ. എനിക്കിത് അമ്മ ചീത്ത പറയുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. കാരണം അമ്മ അങ്ങനെ പറയുന്നുണ്ട്, നീ നിർത്താതെ പറയുന്നു, നീ അങ്ങനെ ചെയ്തിട്ടില്ല, നിനക്ക് ശ്രദ്ധിച്ചൂടെ. അങ്ങനെ കുറെ നേരം പറഞ്ഞിട്ട് മതി, എനിക്ക് നിന്നെ കാണണം, നീ പോയിക്കോ എന്ന് പറഞ്ഞപ്പം ഈ കുട്ടി ചോദിച്ചു, എന്നാ അമ്മ പോയി, എന്നാൽ ഞാൻ ഈ അച്ഛൻ്റെ അടുത്തേക്ക് പോട്ടെ, അമ്മ എന്നെ ചീത്ത പറഞ്ഞില്ലേ. എന്നിട്ട് ആ കുട്ടി അവിടുന്ന് ഇറങ്ങി ഓടുന്ന സമയത്ത് ഒരു വെള്ളത്തിന്റെ കയത്തിന്റെ സൈഡിൽ, ഒരു അരുവിയുടെ സൈഡിലാണ് അച്ഛൻ ഈ മരം വെട്ടുന്നത്. അപ്പൊ ആ കുട്ടി കാല് തെറ്റിയിട്ട് അതിലേക്ക് വീഴുന്നതും, പിന്നെ തിരിച്ച് ഈ അച്ഛൻ വന്ന് നോക്കുമ്പോൾ മുങ്ങിപ്പോകുന്നു. അച്ഛനെ രക്ഷിക്കാൻ പറ്റാതെ ആ കുട്ടി ഈ ലോകത്ത് നിന്ന് തന്നെ പോകുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ നമ്മൾ ചെറിയൊരു ആ ഒരു പൂക്കോട്ടേനേക്കാളും വാല്യൂ ആ ഒരു കുട്ടിയുടെ ലൈഫിനുണ്ട്. നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും, പക്ഷേങ്കിൽ അത് എങ്ങനെ പ്രകടിപ്പിക്കണം, എത്രത്തോളം പ്രകടിപ്പിക്കണം എന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും ആ അമ്മ അത് കഴിഞ്ഞിട്ട് പൂക്കോട്ടെ എല്ലാ പ്രശ്നങ്ങളും മാറി ആ അമ്മയ്ക്ക് ആ കുട്ടീനോട് ഒന്ന് ഹഗ് മീ മാം എന്ന് പറഞ്ഞപ്പം ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നും ആ കുട്ടി ആ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മോന് സ്കൂളിൽ പോയതാ, എനിക്ക് അത്രയും സങ്കടം. എനിക്ക് അവനൊന്ന് വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കുക എന്നുള്ള ഫീലായി. കാരണം ഓരോരോ വ്യക്തികളും അവരെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മൾ കിട്ടിയതിന് പറയും. അത് ആരോട് എങ്ങനെ എന്നൊന്നുമില്ല. ശരിക്കും നമ്മൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ കുറെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുട്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും വിചാരിക്കും ആസ് എ പാരന്റ്, ഞാനിപ്പോ ദേഷ്യപ്പെടുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അടുത്തുള്ള സമയത്താണ് ഭൂരിഭാഗം. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറയും, ഞാൻ ദേഷ്യപ്പെട്ടാലും ഒന്ന് സോൾവ് ആക്കണം. അതേപോലെ അവരെ ദേഷ്യപ്പെടുകയാണെങ്കിലും ഞാനൊന്നും പറയില്ല, അതെനിക്ക് സാരിയില്ല മോൻ പോട്ടെ, ഇനി അച്ഛനത് പറയുമ്പോൾ നീ കേട്ടാ മതി, അത് സാരിയില്ല പോട്ടെ, ഈ സമയം കടന്നു പോകും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വീണ്ടും ഹാപ്പിനെസ്സിലേക്ക് വരും. പക്ഷെ ചില പ്രത്യേക സമയമുള്ള ദേഷ്യങ്ങൾ അത് നമ്മൾ എന്തവസ്ഥയിലാണ് നമ്മൾ കൊണ്ട് എത്തിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് കൺട്രോൾ ചെയ്യുക മാക്സിമം. ഒരു പാരന്റ് ആയ ഞാനോ അല്ലോ ഒരു ടീച്ചറുടെ പൊസിഷൻ നിൽക്കുന്ന ഞാനോ മാക്സിമം ദേഷ്യം കൺട്രോൾ ചെയ്തിട്ട് ഈ സമയം കഴിഞ്ഞ് അതിൻ്റെ ഒരു സമാധാനം, ഒരു ഹാപ്പിനെസ് വരുന്നുള്ള എക്സ്പെക്ടേഷനിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ശരി. നമ്മളിപ്പോ പേഷ്യൻസിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ എല്ലാവരും തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രൊഫഷൻ ഏതാണ്? ടീച്ചിങ് ആണ് അല്ലെ? മോണ്ടിസോറി ആയിക്കോട്ടെ, മറ്റേത് ടീച്ചിങ് പ്രൊഫഷൻ ആയിക്കോട്ടെ.
എല്ലാ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒത്തിരി കുട്ടികളെ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ? ഒരുപാട് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നു, ഒരുപാട് പേരോട് ഇടപഴകുന്നുണ്ട്, ഒരുപാട് പാരന്റ്സിനോട്, മറ്റ് കോവർക്കേഴ്സിനോട്, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്. അങ്ങനെ ഒരു മൊത്തം നമ്മളൊരു അധ്യാപക എന്ന നിലയിൽ ഒത്തിരി പേരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അല്ലെ? പല കാരണങ്ങളിൽ, പല സിറ്റുവേഷൻസിൽ. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ പേഷ്യൻസ് എന്നുള്ള ഒരു ക്വാളിറ്റി അധ്യാപകർക്ക് തന്നെയുള്ളത്. പേഷ്യൻസ് എന്നുള്ള ഒരു ക്വാളിറ്റി അധ്യാപകർക്ക് തന്നെയുള്ളത്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മളാണ് പല കാര്യങ്ങളും ക്ഷമിച്ചും സഹിച്ചും കുട്ടികളോട് അഡ്ജസ്റ്റ് ചെയ്തും മറ്റുള്ളവരുമായിട്ടൊക്കെ ഒരു പൊരുത്തപ്പെട്ടു പോകുന്നത്. അധ്യാപകരായിട്ട് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മൾ പറയും, നമ്മൾ പേഴ്സണലി പറയും എനിക്ക് എപ്പോഴും ക്ഷമയില്ല എന്ന് നമ്മൾ പറയുന്നെങ്കിലും നമ്മൾ പല സിറ്റുവേഷൻസിൽ കുട്ടികളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ? കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു അക്കാദമിക് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. കംപ്ലീറ്റ് ആയിട്ട് അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് അവിടെയൊക്കെ ക്ഷമ, ഈ പേഷ്യൻസ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഉണ്ട്. നമ്മൾ പോലും തിരിച്ചറിയാതെ നമ്മളിലുള്ള ഒരു ക്വാളിറ്റിയാണത്. ഓക്കെ, അപ്പോ മറ്റേ ഏത് പ്രൊഫഷൻസിനെ എടുത്ത് നോക്കിയാൽ പോലും എന്താണ്, നമ്മൾ ഒരു അറ്റ് എ ടൈമിൽ ഒത്തിരി പേരെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് എ ടൈമിൽ ഒത്തിരി കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെ? ആ സമയത്തൊക്കെ ഈ ഒരു ക്വാളിറ്റി നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ പോലും അറിയാതെ പേഷ്യൻസ് എന്ന് പറഞ്ഞത് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, നിങ്ങൾ പക്ഷെ പലപ്പോഴും തിരിച്ചറിയാറില്ലത്. ഇത് നമ്മുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ സ്കൂൾ ലൈഫിലേക്ക് കിടന്നു കഴിയുമ്പോൾ തന്നെ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒരുപാട് നാൾ പോയി കഴിയുമ്പോൾ മനസ്സിലാവും നമ്മളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായി. മാറ്റങ്ങൾ ഉണ്ടായതിന്റെ കാരണം ഒന്ന് ഈ പേഷ്യന്റ് എന്നൊരു ക്വാളിറ്റിയാണ്. നമുക്ക് പലതും ക്ഷമിക്കാൻ പഠിച്ച സമയത്താണ് നമ്മൾക്ക് പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതെപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ റിയലൈസ് ചെയ്യും. ഓക്കെ, അപ്പോ എല്ലാവരും ക്ഷമിക്കാനും സഹിക്കാനും കപ്പാസിറ്റി ഉള്ള ആൾക്കാർ തന്നെയല്ലേ? പ്രത്യേകിച്ച് എസ്പെഷ്യലി അത് ഇച്ചിരി കൂടുതൽ ടീച്ചേഴ്സിനാണെന്നാണ് മനസ്സിലാക്കിയിടത്തോളം തിരിച്ചറിയുന്നത്. ഓക്കെ, ഇതിൽ പറയാനുണ്ടോ അതിനെ പറ്റി? എതിർക്കുന്നല്ല മാം, ആസ് എ പാരന്റ് എനിക്കറിയാം. ഇപ്പൊ ഞാൻ എൻ്റെ മക്കൾക്ക് ഒരമ്മ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു ടീച്ചറും കൂടിയാണ്. വീട്ടിലിരിക്കുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും കൂടിയാണ്. അപ്പം ഞാൻ ഒരു ടീച്ചർ ആയി കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒരമ്മയായിട്ടും കൂടെ നിൽക്കണം. കാരണം എനിക്ക് അപ്പം 2 മക്കളല്ല, ഒരു 5 മക്കളാണെങ്കിൽ 5 മക്കൾ, അല്ലെങ്കിൽ 10 മക്കളാണെങ്കിൽ 10 മക്കൾ, എല്ലാം എൻ്റെ മക്കളാന്നുള്ളൊരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ സെറ്റാക്കാൻ പറ്റും. അത് അപ്പൊ നമ്മൾ ആലോചിക്കും. ഇപ്പൊ ഈ സമൂഹത്തിൽ എല്ലാ പ്രൊഫഷനും കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഒന്ന് വിചാരിച്ചാലോ, എല്ലാവരും മനുഷ്യരാണ്, നമ്മൾ ക്ഷമിച്ചും സഹിച്ചേ പറ്റുമോ എന്ന് വിചാരിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടായി മാറുമല്ലേ? പക്ഷെ അങ്ങനെ ആരും ചിന്തിക്കില്ല അല്ലെ? അതാണ് പ്രശ്നം. അങ്ങനത്തെ ചിന്തപ്പാട് കൂടി ഒന്നും ആരും അങ്ങനെ മുന്നോട്ട് പോകില്ല. എല്ലാവർക്കും അവരവരുടെ മാത്രം കാര്യങ്ങളായിട്ട് പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. സെൽഫ് കോൺഫിഡൻസ് ആവശ്യമാണോ നമ്മുടെ ലൈഫിൽ? സെൽഫ് കോൺഫിഡൻസ് എന്താണ് ആവശ്യം? വേണം. ഓക്കെ, റോഷ്നി ഒന്ന് പറയോ? യെസ് മാം, പറയാം. സെൽഫ് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യന്റെയും സ്വന്തമായിട്ടുള്ള അവരുടെ കഴിവിലുള്ള ഒരു വിശ്വാസമാണ്. അതിന് അവരെ ഏത് മേഖലകളിലായാലും അവരുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിന് ആ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കഴിയത്തുള്ളൂ. അതും ഒരു പോസിറ്റീവ് തിങ്കിങ് തന്നെയാണ് മാം. ഒരു വ്യക്തിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് നേടാനും സ്വന്തം കഴിവുകളൊക്കെ അവർ ആദ്യമായിട്ട് തിരിച്ചറിയണം. അവര് ആദ്യമേ റിയാലിറ്റി തിരിച്ചറിയാൻ കഴിയണം. തനിക്ക് എത്ര കഴിവുണ്ട്, എനിക്ക് എത്രത്തോളം പരിശ്രമിച്ചാൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാം എന്നുള്ളതൊക്കെ. പക്ഷെ അപ്പൊ അവർക്ക് അതിലെത്തിച്ചേരാനായിട്ട് ഒരുപാട് പരാജയങ്ങളൊക്കെ കാണും. എല്ലാത്തിലും പൂർണ്ണമാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. കൂടാതെ ഒരു ദയ കാണിക്കുകയും അതുപോലെ തന്നെ ക്ഷമിച്ച് അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അതുവഴിയാണ് വരുന്നത്. അതിൽ നമ്മുടെ കഴിവുകളിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. അത് ഏത് സാഹചര്യം തന്നെ ആയാലും അതിനോട് പൊരുത്തപ്പെടാനായിട്ട് കഴിയണം. നമ്മുടെ കഴിവുകളിലൊക്കെ തിരിച്ചറിഞ്ഞതിനെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ പരിശീലിച്ചുകൊണ്ടേയിരിക്കണം. അതിപ്പം ഓരോ കാര്യങ്ങളും പരാജയങ്ങളെ അതിജീവിക്കണം. ഇത്രയൊക്കെ ഉള്ളു മാം. ഇത്രേ ഉള്ളൂ പറയാൻ? ഇത്രേ ഉള്ളു.
യെസ്. അപ്പൊ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ ലൈഫിൽ ഉടനീളം അത്യാവശ്യമാണോ? അതാ പറയണേ. വേണം മാം, വേണം. ഇനി പറയാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ജസ്ന ജോണി, ജസ്ന ഉണ്ടോ? അതിര ബാലൻ, അതിര. അപർണ സനു, അപർണ. മേഘ്ന സന്തോഷ്. മാം ഞാനും ഒരു ട്രാവലില്ല, ബസ് കയറിയിട്ട് പറഞ്ഞാൽ മതിയോ? വേണ്ട വേണ്ട, ഓക്കെ കേട്ടോ. ഓക്കെ മാം. നസ്രത്ത്, നസ്രത്ത് ഉണ്ടോ? വേണ്ട, ഇത് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാം. നസ്രത്ത് ഉണ്ടോ? നസ്രത്ത് പറയാൻ പറ്റിയാണോ കോൺഫിഡൻസിനെ പറ്റി, സെൽഫ് കോൺഫിഡൻസിനെ പറ്റി? പറയാൻ ഇച്ചിരി കോൺഫിഡൻസ് കുറവുണ്ടോ? ഇല്ല, ഞാൻ ആരെയും വിളിച്ചിരുന്നു. പേര് മനസ്സിലാവാത്ത കാരണം ക്ലിയർ ആവുന്നില്ല നസ്രത്ത്, ക്ലിയർ ആവുന്നില്ല കേട്ടോ ശബ്ദം. കേൾക്കുന്നുണ്ടോ? ഓക്കേടാ, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഒട്ടും ക്ലിയർ ആവുന്നില്ല പറയുന്നത്. ഞാൻ വേറൊരാളോട് ചോദിക്കാം. റിൻഡ പറയോ ഒന്നുകൂടെ? റിൻഡ. യെസ് മാം. സെൽഫ് കോൺഫിഡൻസ് അല്ലേ? നമുക്ക് എന്ത് കാര്യത്തിനും എന്ത് നേടാനായാലും നമുക്ക് കുറച്ച് ആത്മവിശ്വാസം വേണം, എങ്കിലത് അതിലേക്ക് വിജയത്തിലേക്ക് എത്തുള്ളൂ. നമ്മൾ പേടിച്ച് പിന്മാറണമെങ്കിൽ എന്തായാലും നമ്മൾ അതിലേക്ക് പിന്നിലേക്ക് ആക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പൊ നമ്മളത് ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ മാത്രമേ നമുക്ക് ആ സക്സസിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒരുപാട് എന്താ പറയാ, റിൻഡയുടെ ഫേസിൽ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആണ്. റിൻഡനെ കണ്ടാല് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് മാത്രമേ ഉള്ളൂ. ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് എനിക്ക് ടോട്ടലി. ഫേസിൽ മാത്രമേ ഉള്ളൂ. ഭയങ്കര പേടി, അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര കുറവുള്ള ആളാണ് ഞാൻ. വേണം. നിന്റെയൊക്കെ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള കാര്യം എന്തെങ്കിലും ഒന്നുണ്ടാവും. എന്താണ്? ഏത് കാര്യത്തിലും ഞാൻ നിൽക്കാൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള വിശ്വാസം. പോരെയോ, അതാണ് ഏറ്റവും വലിയ കോൺഫിഡന്റ്. ഇതാണ് ഈ ആൾക്കാണ് പേടിയാണെന്ന് പറയുന്നത്. പേടിയുള്ള ആളെ എങ്ങനെ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു? സമൂഹത്തിലേക്ക് ഭയങ്കര പേടിയാണ്. നമ്മള് അത്രയും മെയിൻറ്റെയിൻ ചെയ്തു പോകും. ശരി, ഓക്കെ, താങ്ക് യു. പോസിറ്റീവ് തിങ്കിങ് പറഞ്ഞല്ലോ നമ്മളല്ലേ? പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. പറഞ്ഞു മാം. പറഞ്ഞു. ഓക്കെ. എന്തിനാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത്? മറ്റേ ടെക്സ്റ്റ് എടുക്കാൻ മറന്നുകൊണ്ട്. ടെക്സ്റ്റ് എടുക്കാൻ മറന്നു. ഓക്കെ, പക്ഷെ ഇത് ഓൾറെഡി ഇപ്പോ കഴിഞ്ഞ 40 എന്ന് പറഞ്ഞൊരു ബാച്ച്, 50 എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ട്. കുട്ടികൾ ഭയങ്കര രസകരമായിട്ട് ടോപ്പിക്സ് ചെയ്തു. ഓരോരുത്തർക്കും രണ്ട് ടോപ്പിക് വെച്ച് 2 പേർക്ക് വെച്ച് കൊടുത്തു. വളരെ രസമായിരുന്നു അവർ ചെയ്തത്. എന്നുവെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് സ്പീച്ച് നമ്മൾ സെഷൻസ് ചെയ്യാറില്ല. ഇപ്പൊ ലൈവ് സെഷൻസ് ചെയ്യുന്ന കൂട്ടത്തിൽ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ആണത്. ഇൻസ്റ്റന്റ് ആയിട്ട് ടോപ്പിക്സ് കൊടുത്തിട്ട് അവരെ കൊണ്ട് സ്പീച്ച് ചെയ്യിപ്പിക്കും. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അവര് നല്ല രസമായിട്ട് ചെയ്തപ്പോ അത് കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നപ്പോ അത് മനസ്സിലിങ്ങനെ കിടന്നുകൊണ്ടാണ് ഇപ്പൊ ഓൾറെഡി എന്തായാലും ടെക്സ്റ്റ് ഇല്ല. അപ്പൊ പിന്നെ നിങ്ങളെ കൊണ്ട് നിങ്ങളിപ്പോ ഓൾറെഡി 99 കംപ്ലീറ്റഡ് ആയ ബാച്ചാണ് അല്ലെ? തീർന്നുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങളെല്ലാം കൊണ്ടും ഓക്കെ ആയിട്ട് ഇത് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടോപ്പിക്സ് വന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം പെട്ടെന്ന് കേട്ടോണ്ടായിരിക്കാം ചിലപ്പോ പ്രതീക്ഷിച്ചില്ല, ക്ലാസ് എടുക്കുമ്പോൾ പ്രതീക്ഷിച്ചിട്ടില്ല വന്ന് കയറിയത്. അതെ മാം. അതെ, പക്ഷെ എന്താണ് എല്ലാവരും അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞു. അത്രയും മതി. എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് അത് തിരിച്ചതിന് റിപ്ലൈ കൊടുക്കാനായിട്ട് അത്യാവശ്യം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അത് ഇവിടെ കാണിച്ചു, അത്രയും മതി. ഓക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങളൊരു ടീച്ചേഴ്സ് ആയി മാറിയിരിക്കണം അല്ലെ. ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് വാക്കുകൾ പറയുന്ന സമയത്ത് നമ്മള് വാക്കുകളിൽ കുറച്ചും കൂടി അല്ലെങ്കിൽ വാക്കുകൾ സംസാരിക്കുമ്പോൾ പ്രൊണൗൺസിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു നോർമൽ ടോക്കിൽ നിന്ന് മാറി കുറച്ചും കൂടി നമ്മളൊരു എന്താ പറയുന്ന ഒരു അച്ചടി ഭാഷ എന്നല്ല പറയുന്നത്, കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ നോക്കണം. നിങ്ങളുടെ കുറച്ച് പേരിലതുണ്ട്, കുറച്ച് പേര് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന സമയത്തായിരിക്കും അത് നിങ്ങൾക്ക് തന്നെ തോന്നും ഞാനിങ്ങനെ സംസാരിച്ചാൽ പോരാ എന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ വരും. അത് അങ്ങനെയാണ്. നമ്മൾ പുറത്ത് മിണ്ടുന്നത് വീട്ടിൽ മിണ്ടുന്നത് തമ്മിൽ വ്യത്യാസമല്ലേ. ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കുന്നത് പുറത്ത് കുറച്ച് ആൾക്കാരോട് മിണ്ടുന്നത് വ്യത്യാസമല്ല. നിങ്ങൾ ആ വ്യത്യാസം നമ്മുടെ സംസാരത്തിലും കൊണ്ടുവരാൻ പറ്റണം. ഒരു അധ്യാപകന്റെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സംസാരത്തിലായിരിക്കും. സംസാരിക്കുമ്പോൾ കുറച്ച് പറയുന്ന ആൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തോന്നണം. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാവണം അല്ലെ. കുട്ടികൾ മാത്രമല്ല, അധ്യാപകരുണ്ട്, മറ്റ് സ്റ്റാഫ് ഉണ്ട്, ഒരുപാട് പേരുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യാൻ പോവാണ് അല്ലെ. ഓരോരുത്തർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ സംസാരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ നിങ്ങൾ സംസാരിക്കും. അതാണ് വേണ്ടത്. കുറെ പേർക്ക് അതുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. കുറച്ച് പേരൊന്ന് പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ അധികം സംസാരിക്കാറുണ്ട്. ഓക്കെ, അത് റെഡി ആയിക്കോളും. നിങ്ങളെ സ്കൂൾ ലൈഫിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴേക്കും നോർമലി ഇതൊക്കെ മാറും, ഇതെല്ലാം മാറും. നമ്മൾ തന്നെ നമ്മളെ തിരിച്ചറിയോ എനിക്ക് എന്താ വ്യത്യാസങ്ങൾ വന്നെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ മോണ്ടിസോറി കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് വ്യത്യാസം നിങ്ങൾ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ പേഴ്സണൽ രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? പറഞ്ഞില്ലേ, എല്ലാന്ന് മാത്രം പറയരുത്. കുട്ടികളോടൊക്കെ ദേഷ്യപ്പെടില്ല, അപ്പൊ തന്നെ മനസ്സിലാലോചിക്കും ജിഷ മാം പറഞ്ഞത്. കുട്ടികളോടൊക്കെ വളരെ കാമായിട്ടും ഇതായിട്ട് സംസാരിക്കണം എന്നുള്ളത്. പിന്നെ മടി ഉണ്ടാവില്ലേ നമ്മള് ചില ഇപ്പൊ റൈംസും കാര്യങ്ങളൊക്കെ പറയാനും ഇതിനൊക്കെ ഒരു മടിയും ഇതൊക്കെ ഉണ്ടാവില്ലേ? ഇച്ചിരിയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ഇതൊക്കെ പോയി മനസ്സിലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടോ എല്ലാവർക്കും? കോൺഫിഡൻസ് നമ്മൾ ഓരോന്നിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയെ മാറിയിട്ടുണ്ട്. മാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളോടുള്ള നമ്മളുടെ ബിഹേവിയറിൽ പോലും മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് അവർക്കായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. മാം പറഞ്ഞിട്ടില്ല, നൈറ്റ് ടൈം അവർക്കായിട്ട് ക്ഷമയോടെ കൂടെ അതൊക്കെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം. പിള്ളേരെന്തെങ്കിലും കുത്തക്കേട് കാണിച്ചിട്ട് എന്തെങ്കിലും അടുക്കളയിൽ പിരിപിരി ചെയ്യുമ്പോഴേക്കും വേണ്ട, ഒന്നും പറയണ്ട, അവരെ ഫൈൻ മോട്ടോ സ്കിൽ ഡെവലപ്പ് ആവട്ടെ എന്ന്. ഇപ്പൊ ഫുൾ ടേംസ് ഒക്കെ മാറി. അപ്പൊ നിനക്ക് പൈസ മുടക്കിയത് ഉപകാരമായി എന്ന് വിചാരിക്കുക അല്ലെ. അല്ലാതെ തന്നെ ഇപ്പൊ പേഴ്സണൽ മാറ്റങ്ങളല്ലാതെ നമ്മുടെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഓരോ അനുഭവമല്ലേ തന്നിരുന്നത്. ഓരോ ക്ലാസ്സുകളും ഏത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഓരോ ക്ലാസ്സിനും ഓരോ രീതിയിലാണ് നിങ്ങൾ പോകുന്നത് അല്ലെ. അപ്പൊ അതില് നിങ്ങൾക്ക് 100% ഉറപ്പാണ് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ ആയിരിക്കും, നിങ്ങൾ അതിൽ ഇഷ്ടപ്പെട്ടാണ് ക്ലാസ്സുകൾ കാണുന്നതെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ്. അതെ മാം. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം മാം പറഞ്ഞില്ലേ പൈസ മുടക്കിയത് വെറുതെ ആയില്ലെന്ന് പറയല. അങ്ങനെയല്ല. എനിക്ക് എന്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്, എനിക്ക് എന്റെ ക്യാരക്ടറിൽ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വന്ന പോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലായത് ഞാൻ ട്രെയിനിങ്ങിന് പോയപ്പോഴാണ് എനിക്കത് പേഴ്സണലി മനസ്സിലായത്. നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മളെ സ്ഥിരം കാണുന്ന ആൾക്കാർ തന്നെ നമ്മളെ കാണുന്നു,
നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ അവരുമായിട്ട് ഇടപഴകുന്ന രീതിയിൽ നമ്മൾ നോർമലി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് അത് തോന്നില്ല. പക്ഷെ പുറത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം ഇപ്പൊ ട്രെയിനിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ടീച്ചേഴ്സിനോട് നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും ആ രീതിയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു. കുട്ടികളോടാണെങ്കിലും ഇപ്പൊ നമ്മൾ വീട്ടിൽ നമ്മളുടെ കുട്ടികളോട് ഒച്ചെടുക്കണ പോലെ നമുക്ക് എന്തായാലും അവിടെ പോയി ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കുട്ടികളോടാണെങ്കിലും ഇപ്പൊ എന്റെ മോളും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പം അവളോടാണെങ്കിലും ഇപ്പൊ നമുക്ക് കാമായിട്ട് പോയി ഇരിക്കൂ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ അതിന് അവിടെ നിന്ന് പഠിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് വന്നത് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് മാർക്ക് വാങ്ങാനായിട്ട് HM-ന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും HM എൻ്റെ അടുത്ത് പേഴ്സണലി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മാർക്ക് 99 ഇട്ടാൽ മതിയോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ മാമിന് എന്താണ് തോന്നുന്നത് അത് ഇട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞില്ല, ഞാൻ 100 മാർക്കും ഇടും. കാരണം ടീച്ചറിന്റെ ടീച്ചിങ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാനത് എൻ്റെ മനസ്സിന്റെ തൃപ്തിയായിട്ടാണ് ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അത്. അപ്പം ഞാൻ വീട്ടിൽ വന്ന് ഇവിടെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞു, ഇവിടെ എനിക്ക് ഇങ്ങനെ ഫുൾ മാർക്ക് കിട്ടി, അങ്ങനെ കൊടുക്കാറില്ല എന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ കിട്ടിയപ്പോ ടീച്ചർ അങ്ങനെ പറഞ്ഞത് മാർക്ക് കിട്ടിയതിലല്ല, എനിക്ക് മാം അങ്ങനെ പറഞ്ഞപ്പോ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫീലിങ്സ് ആണ് ഞാൻ പറയണേ. എനിക്ക് ആ സമയത്ത് എൻ്റെ അടുത്ത് മാം എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, എനിക്ക് മാമിന്റെ ടീച്ചറിന്റെ പഠിപ്പിക്കുന്നത് ടീച്ചിങ് മെത്തേഡും ഞാൻ ഇങ്ങനെ വരച്ചൊക്കെ ബോർഡിൽ വരച്ചൊക്കെ കുട്ടികൾക്ക് പിക്ചറെല്ലാം വരച്ച് ചെയ്യുമായിരുന്നു. അപ്പം ടീച്ചിങ് മെത്തേഡ് ആണെങ്കിലും പഠിപ്പിക്കുന്നതാണെങ്കിലും എനിക്ക് ഭയങ്കര തൃപ്തിയായിട്ടാണ് ഞാൻ ഈ മാർക്ക് തരുന്നത്. ഇവിടെ വേക്കൻസി വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കതൊരു സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കത്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയ ഒരു ക്യാരക്ടറിൽ വന്നൊരു ചേഞ്ചിന്റെ പുറത്താണല്ലോ. അപ്പം എനിക്ക് അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാ ടീച്ചേഴ്സിനോടാണെങ്കിലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരെയും ഓർക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി, നമ്മള് സ്കൂളിൽ പോയാലും നമ്മളെ മറ്റ് അധ്യാപകരും അനധ്യാപകരും എല്ലാവരും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മളെങ്ങനെ ക്ലാസ് എടുക്കുന്നു, എങ്ങനെയാണ് കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നത്, അവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ക്ലാസ് റൂമിൽ എങ്ങനെയാണ്, സ്കൂളിൽ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടാവും. അതിന്റെ അവസാനത്തെ ഒരു മാർക്കാണ് കൊടുത്ത 100% മാർക്ക് അല്ലേ ഗ്രീഷ്മ? യെസ് മാം. അവിടെ ഇപ്പം അതിനു മുമ്പ് വന്നവർക്ക് സൗണ്ട് ഇല്ല, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ മാർക്ക് കുറച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈം അങ്ങനെ ഫുൾ മാർക്ക് തന്നിരിക്കുന്നത്. സ്റ്റുഡന്റിന്റെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോ സൗണ്ട് ഇല്ലാതെ പേടിക്കുന്ന കുട്ടികൾ, എനിക്ക് ഒറ്റ ശബ്ദം ഉണ്ടായിരുന്നില്ല. ക്ലാസ് എടുത്തെടുത്ത് നമ്മുടെ ത്രോട്ടൊക്കെ ഓപ്പൺ ആവും. നിങ്ങൾ ആ കാര്യത്തിൽ ആരും പേടിക്കണ്ട കേട്ടോ, അതൊക്കെ ശരിയായിക്കോളും. ഞാൻ 50 പേര് 55 പേരെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒന്നും എനിക്ക് ശബ്ദം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ. പക്ഷെ നമ്മൾ എടുത്തെടുത്ത് അവരോട് ഒച്ചെടുത്ത് നമ്മുടെ തൊണ്ട പൊട്ടി പുറത്തേക്ക് ഒച്ച വരും. നിങ്ങൾ ആ ധൈര്യത്തിൽ തന്നെ ക്ലാസ്സിൽ പോയിക്കോളൂ കേട്ടോ. എനിക്ക് സൗണ്ട് കുറവാണ്, പേടിയാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. അതൊക്കെ തനിയെ വന്നോളൂ. അപ്പൊ അങ്ങനെയാണ്, അത് നാച്ചുറൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ നടന്നു അല്ലേ? ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിരിക്കണം എന്നാണ് തീരുമാനിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ നടന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടെൻഡൻസീസ് എടുക്കണം. ഇത് വേറെ ഒന്നുമില്ലല്ലോ, മാൻ ആൻഡ് എൻവയോൺമെന്റ് കഴിഞ്ഞതല്ലേ ചാപ്റ്റർ? അതെ മാം, കഴിഞ്ഞതാണ്. മാം ലാസ്റ്റ് ക്ലാസ്സിന് മാം പറഞ്ഞില്ലായിരുന്നു എന്തോ കാര്യം ഞങ്ങളെ പറ്റി പറയാനുള്ളത്. ഞങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോലത്തെ കുറെ മണ്ടന്മാരിക്കുന്നു മാം. എന്നാ മാം പറ. ദിവസം ഞാൻ പറയാം. ഓക്കെ, ടെൻഡൻസീസ് ഓഫ് മാൻ തീരുന്ന ദിവസം വരേണ്ടത് എന്ന് തീരുമെന്നാണ് ഞാൻ പേടി. തീരുന്ന ദിവസം പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, പറഞ്ഞാൽ മതി. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ആതിര മാം. ടുഡേ ക്ലാസ്, നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് ബെനിഫിറ്റ്സ് ഓഫ് യോഗ, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ, ഹാർഡ് വർക്ക് കീപ് സക്സസ്, ബെനിഫിറ്റ്സ് ഓഫ് ഗെറ്റിംഗ് അപ്പ് ഏർലി, ഒത്തിരി കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള എനർജി, അങ്ങനെ ഒത്തിരി തിങ്കിങ് ആയിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും സംസാരിച്ചു. അതിലുപരി നമ്മൾ അതിൽ എന്താ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് ഒത്തിരി കോൺഫിഡൻസ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതിൽ എനിക്ക് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞതിൽ എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഈ മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ച് പല കാര്യങ്ങളും ഒത്തിരി ആൾക്കാർക്ക് പിന്നെ പേടി മാറാനും പല കാര്യങ്ങൾ സംസാരിച്ചു നമ്മുടെ പേടിയും ഒത്തിരി ധൈര്യം വന്ന പോലെയാണ് ഓരോരുത്തർക്കും തോന്നിയതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ നമ്മുടെ ഉള്ള ഓരോ പോസിറ്റീവ്, ഒരു നേരത്തെ എണീക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന എനർജീസ്,
പല ആരോഗ്യ പ്രശ്നങ്ങൾ വൈകി എണീറ്റാലും അതുപോലെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ ഓരോന്നും മാം തന്നതിൽ ഓരോന്നും സംസാരിച്ചത്. താങ്ക് യു മാം. താങ്ക് യു അതിര മാം. ടുഡേ ക്ലാസ് ഹാവ് എ നൈസ് ഡേ. Thank you. Have a nice day. Thank you so much. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.